മോളെ അതെ ചില്ലറ വല്ലതും ഉണ്ടാവോ? എന്തിനാ? ഒരു ഷോള കുടിക്കാൻ ഭയങ്കര ഒരു പരവേശം. സോഡ അല്ല ഭയങ്കര ഒരു ദാഹം. ദാഹോ? അതുകൊണ്ട് സോഡ അങ്ങോട്ട് ഇറങ്ങോളൂ. ഇത് അവിടെ മിനറൽ വാട്ടർ ഇരിക്കണ്ട, അതെടുത്ത് കുടിച്ചു. സോഡ കുടിക്കാത്തതിന്റെ ഇപ്പൊ ഈ കൊച്ചിപ്പോ വരുവോ? അതെ, ഇത് വീടല്ല, കുറച്ചും കൂടെ ഒന്ന് മാനേഴ്സ് ആയിട്ടിരിക്കും. എന്താ ഞാൻ ഈ മനുഷ്യനെ കൊണ്ടുവന്നു? ഈ നാറത്തോർത്ത് എന്തിനാ കൊണ്ടുവന്നേക്കണേ? മോളെ എന്തൂന്ന് ബാഗിൽ വെച്ച ബാഗിൽ ചെളിയാ, അതുകൊണ്ട് എനിക്ക് ബാഗിൽ വെക്കാനും പറ്റൂല. അടങ്ങി ഒതുങ്ങി ആരെന്തെങ്കിലും ചോദിച്ചാലും ചുമ്മാ തലയാട്ടി മാത്രം മതി കേട്ടാ. ഈശ്വര, അവന്റെ ഗോപി പൊട്ടും വന്നില്ല. അല്ല മറ്റവനെ കൊണ്ടുവരാത്ത നന്നായി. നമ്മൾ ആ നളിനാശനെ അത് സുബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കൊണ്ടുവരാത്ത. ചില സമയത്ത് അവൻ ചില നല്ല കാര്യങ്ങൾ പറയും, പക്ഷെ എങ്കിലും എവിടെയൊക്കെ എന്തിൻ്റെയൊക്കെ കുറവുണ്ട്. ശരിയാ, കൊണ്ടുവന്ന പണി കിട്ടിയെന്നെ. ഞാനും അതുകൊണ്ടാ പിന്നെ നൈസായിട്ട് പറഞ്ഞു പോലില്ല കൊണ്ടുവരണ്ടെന്നോട് വെച്ചു. എന്റെ അഭിപ്രായത്തിലേ മോൾ ഈ സിനിമ റെഡി ആയി കഴിഞ്ഞാല് നമ്മൾ ഈ സുപ്രൂവിനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണായിരിക്കും നന്നാവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെ ആദ്യം ഒഴിവാക്കാൻ പോണെന്നറിയോ? മോമനെ. മോളെ സുബുവിനെ ഒഴിവാക്ക. സുബുവിന്റെ കാര്യത്തിൽ വിട്ടേരെ, അതെന്റെ ഹസ്ബൻഡാ. എന്തു പറഞ്ഞാലും സുബുവിനെ പിടിച്ചോണ്ടിരിക്കുക. ആരോട് പറയേ? വന്നില്ലല്ലോ. എവിടെയാ? എന്തൊരു ചൂടാ. ഇതൊക്കെ ഒരു AC ഒക്കെ വെച്ചൂടെ അവർക്ക്? ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. വരുമോ? വരും. ഹലോ സുബു. പറയടാ. എവിടെയാ? ഞാൻ വീട്ടില്. നീ ഇന്നലെ ഒന്നും നീ വിളിച്ചില്ല. നിന്നെ വിളിക്കണം ഓർത്ത്, പക്ഷെ മറന്നുപോയി. മനസ്സിലായി. അങ്ങനെയാടാ. പിന്നെ നീ നമ്മളെ കൂട്ടാതെ പരിപാടി ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. ഐ ക്യാൻ എക്സ്പ്ലെയിൻ. അങ്ങനെയല്ല, അത് ശോഭനയുടെ ഫ്രണ്ടിന്റെ പരിപാടിയാണല്ലോ. ശോഭനയുടെ ഫ്രണ്ടിന്റെ പരിപാടിയാണല്ലോ. അപ്പൊ അവള് പറഞ്ഞു കുറച്ചുപേര് മതി, പ്രൊഫഷണൽ ക്രൂ മതി എന്ന് പറഞ്ഞപ്പോ അന്നപ്പോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. അല്ല അത് ചെയ്യാല്ലേ, ഞാൻ അതിൻ്റെ അകത്ത് നീ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. കാര്യങ്ങൾ എനിക്ക് എന്നോടൊന്നും പറയണ്ടേ. നീ ഇപ്പൊ എന്നെ ഒഴിവാക്കുന്നതായിട്ടല്ലേ എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് പറയാൻ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, അതാണ്. എടാ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നീ അത് സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ട് പരിപാടികൾ? ഇല്ല, അത് വായിച്ചത്, അത് മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ. മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ. ഞാൻ ആരൊക്കെയാ പോയേക്കണേ? ശോഭനയും നമ്മുടെ ദേവസിംഗ് കൂടെ. ദേവസിംഗ്, ഓക്കെ. അപ്പൊ ഇന്ന് മേടിക്കും അല്ലേ? എന്ത് പറ്റി? അല്ലടാ, ഞാൻ ചോദിച്ചാ കാര്യങ്ങള് ഒന്ന് അറിഞ്ഞിരിക്കണ്ടേടാ നമ്മള്. ഓക്കെ അല്ലേ? ഞാൻ ഓക്കേടാ, ഞാൻ ഓക്കെ. ഞാൻ വേറെ സ്ക്രിപ്റ്റിലാടാ. ഞാനപ്പോ അത് ആ സ്ക്രിപ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച്. നീ വേറെ കയ്യപ്പത്തൊന്നും കാണിക്കില്ലേ? എടാ നീ മാത്രമാണ് എനിക്ക് ഡയറക്ടർ എന്ന് പറഞ്ഞ് പരിചയക്കാനുള്ളത്. എനിക്ക് നിന്നോടുള്ള ആത്മാർത്ഥത കൊണ്ട് നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കൂടിയെന്ന് മാത്രമല്ലേ ഉള്ളൂ. മറ്റു ഡയറക്ടർമാർ എന്നെ വിളിക്കുന്നുണ്ട്. നീ ഒരു ഇത് ചെയ്യുവാണെങ്കിൽ എനിക്കത് വേറെ ചെയ്യാൻ അറിയാം കേട്ടോ. പിന്നെ എന്റെ സപ്പോർട്ടൊക്കെ നിനക്കുണ്ട്. നീ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ശരി. ഓക്കെ. അവനെ എന്നെ കൂട്ടാതെ പടം ചെയ്യാൻ പോണം. സൺസ്ക്രീൻ എടുക്കായിരുന്നു. എനിക്ക് തോന്നി കുറച്ച് തിരച്ച് എനിക്ക് ഞാൻ തീരെ കഴിച്ചൊന്നും ശരിയായില്ലെന്ന്. അതുകൊണ്ട് അല്ല കുറച്ച് സൺസ്ക്രീൻ എന്താണെന്നറിയോ? ഇത് വായിലേക്ക് കയറ്റണ സാധനമല്ല, അത് സ്കിന്നിൽ തേക്കുന്നതാണ്. ഗ്ലോ ഉണ്ട് എൻ്റെ മുഖത്ത്. മാമനും കുറച്ച് ഇതൊക്കെയായിരുന്നു. ഗ്ലോ ഉണ്ടാവാനല്ലേ. ഇപ്പൊ തന്നെ ആ തലയുടെ റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല. ശോഭ, എത്ര നാളെ കണ്ടിട്ട്. എനിക്ക് സുഖം. അയ്യോ, എത്ര നാളെ കണ്ടിട്ടെന്നറിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കോളേജിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാറുണ്ടോ? ഇല്ല, ഒരു ദിവസം എന്തോ രേഷ്മയെ കണ്ടായിരുന്നു, പിന്നെ അങ്ങനെ വേറെ ആരെയും കണ്ടിട്ട്. ഞാൻ അതൊക്കെ പഴയ കാലമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊക്കെ. എന്ത് രസമായിരുന്നു അറിയോ ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫും. ആ സമയം ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു, പക്ഷെ കോണ്ടാക്ട് ചെയ്യാനൊരു സമയം കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഇതൊരു ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നി. മറ്റേ വൈറലായ ഷോർട്ട് ഫിലിം എല്ലാം കണ്ടതാണോ? അതിലും മോള് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് വഴി ഇങ്ങനെ അറിഞ്ഞതാ. ആണല്ലേ, ഞാൻ ഓർത്തിന് ഇപ്പൊ അതിന്റെ കാര്യമാണോ? അല്ല അത്രക്കൊക്കെ ഗംഭീരാവോ കഥ?
കാര്യം കണ്ട വിവരം ബോധം മുടിയൊന്നും ഇല്ലാത്തായിരുന്ന തോന്നി. എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റ് സെറ്റാണ്? ആ സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റാ. നിന്റെ കാര്യം ഇതൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ വലിയൊരു ഡ്രീമാണിത്. അപ്പം എന്തായാലും നീ ചെയ്യാൻ വേണ്ടി റെഡി ആണല്ലോ. അപ്പം എൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്. അപ്പം നിനക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ചെയ്തോളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കണം ഇപ്പോൾ. എന്തായാലും നിനക്ക് എന്റെ ഹസ്ബൻഡിനെ അറിയാൻ പാടില്ലാത്തവരണ ഭയങ്കര കഴിവുള്ള മനുഷ്യൻ. പൊളിക്കും, നമുക്ക് സെറ്റാക്കാം. അപ്പം എന്തായാലും ചെയ്യ നീ. എന്തായാലും നിന്റെ ഒരു ഡ്രീം അല്ലേ? അതെ അതെ അതെ. സ്റ്റണ്ട് സീനും പാട്ടൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. വേണ്ട പോലെ ചെയ്താൽ മതി. മാമനെ പറ്റിയതൊന്നും കാണില്ലായിരിക്കും. അല്ലെ ഹിറ്റാവണമെങ്കിൽ അതൊക്കെ വേണമല്ലോ അല്ലേ മോക്കെ? കുറച്ചൊരു മിണ്ടാണ്ടിരിക്കും. അപ്പോ എന്നാ എനിക്ക് തരികയല്ലേ ഓ സ്ക്രിപ്റ്റ്? തരാം. അപ്പൊ നീ എന്തായാലും ഇതില് എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അപ്പൊ എന്തായാലും ബെസ്റ്റ് വിഷസ്. അതെ, നമ്മളിത് സെറ്റാക്കും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ ഇതുപോലുള്ള സാധനങ്ങളും കൊണ്ടും ദൈവത്തെ ഒത്ത് വരരുത് കേട്ടോ. ഒരബദ്ധം ഇനി ആവർത്തിക്കില്ല. പല ബദ്ധങ്ങളുമാണ് ഇങ്ങനെ വരുന്നത്. എന്ത് ചെയ്യാനായി, വള്ളികളൊക്കെ വന്നു കഴിഞ്ഞാലേ. പോവാം. ഓ പോ മോളെ. എന്നാ ഞങ്ങള് പോട്ടെ. ഓ ആ, അപ്പൊ കാണാം. തന്നേരെ പോട്ടെ. എന്നാ എന്ത് ചെയ്യാനാ, ഇനി വരുമ്പോ ഞാൻ ശ്രദ്ധിക്കാൻ വിളിക്കാം. ഇല്ല പോവാം. ആ, ശരി, വിളിക്കടി. വിളിക്കാം. പോട്ടെ. ബൈ. അങ്ങോട്ട് അവനെ അങ്ങനെ അങ്ങോട്ട് നമ്മളെ ഒഴിവാക്കുവാണെങ്കിൽ മതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ പ്ലാൻ നമുക്ക് പൊളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡോക്ക് വർക്ക്. ഓക്കെ, ഡോക്ക് വർക്ക്. ഹലോ ഹലോ ഡോക്ക് വർക്കി. ആ നളിൻ ബ്രോ പറഞ്ഞോ. അതെ, എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ടല്ലോ. ആ എന്തായാലും ചെയ്യാലോ. നിന്റെ സ്ഥിരം കലാപരിപാടി തന്നെ, ചെറിയൊരു മോഷണം. ഓ അതിനെന്താ, നമ്മളാ കാര്യം ഏറ്റു. ആ എന്നാ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. ഓ തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ നിനക്ക് അയച്ചു തരാം, നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, ഇപ്പൊ തന്നെ എത്തിയേക്കാം. ഓക്കെ. പൊട്ടിയില്ലല്ലോ. പറഞ്ഞാൽ ഈ പൊട്ടൻ ഇതെവിടെ പോയി കിടക്കും? എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ആണോ, നമ്മൾ തിരക്കുള്ള പ്രൊഫഷണൽ സ്നാച്ചർ അല്ലേ. ഒരു വർക്ക് കഴിഞ്ഞ് വന്നോളൂ. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയാലോ. പിന്നെന്താ കാര്യം, ഞാൻ ഈ മോഷണത്തെ വലിയ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാനാണിത് ചെയ്തതെന്ന് വേറൊരാൾ അറിയാൻ പാടില്ല. ഒരിക്കലും ഇല്ല. ഇത് നമ്മൾ രണ്ടുപേരും ഡീല് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ രണ്ടുപേരും പറഞ്ഞ ഏതെങ്കിലും സാഹചര്യത്തിൽ പിടിക്കപ്പെടരുത്. പിടിക്കപ്പെട്ടാലും എൻ്റെ പേര് പറയരുത്. അങ്ങനെ നമ്മൾ ചെയ്യോ? നമ്മൾ പ്രൊഫഷണൽ സ്നാച്ചർ അല്ലേ. ആഹാ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു തിരക്കഥ എഴുതുന്ന ആളാണ്. എൻ്റെ സുഹൃത്ത് അവൻ സംവിധായകനാണ്. അവനൊരു തിരക്കഥയുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു, ഞാൻ എഴുതി. പക്ഷേ അതൊക്കെ റിജക്റ്റായി. പോട്ടെ. അവനിപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് എടുക്കാതെ പുറത്തുനിന്ന് ആരുടെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട്. അത് ഇന്ന് അവൻ മേടിക്കാൻ പോകുന്നുണ്ട്. അത് നമ്മൾ സമ്മതിക്കൂല. അതിനല്ലേ ഈ ഡോക്ക് വർക്ക്. ഈ ഒരു എനർജിയാണ് എനിക്ക് വേണ്ടത്. അപ്പം ആളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് അങ്ങോട്ട് നേരിട്ട് വരാൻ പറ്റില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടും. നീ എടുത്തത് ഞാനാണെന്ന് മനസ്സിലാവും. പുള്ളി അറിയാതെ അടിച്ചു പറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. ആ ഒരു ഇത് കിട്ടിയാൽ മതി, നമുക്ക് ബാക്കി കൈകാര്യങ്ങൾ ചെയ്യാം. അപ്പം നിനക്ക് ഇപ്പം ഓടാനൊന്നും കുഴപ്പമില്ലല്ലോ. കണ്ടില്ലേ ചാടി ചാടി നിൽക്കുന്നത്. അല്ല അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പം നിനക്ക് എന്താ അതിൻ്റെ പ്രതിഫലം വേണ്ടത്? ഞാൻ പ്രൊഫഷണൽ സ്റ്റാർട്ടർ ആയതുകൊണ്ട് എമൗണ്ട് കുറച്ച് കൂടും. അല്ല എന്നാലും എനിക്ക് 2 ലാഖെങ്കിലും വേണ്ടി വരും. എടാ, ഞാൻ ഇതിന് ബഡ്ജറ്റ് ഇട്ടേക്കണ എത്രയാണെന്നറിയോ? ഒരു ബിരിയാണിയും ഒരു ക്വാർട്ടറും. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഞാൻ 10 ലക്ഷം മുടക്കി കോഴ്സ് ചെയ്തിട്ടില്ല. അത് നീ പറയുന്നതല്ലേ ഞാൻ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് നിന്റെ ആ ഒരു പ്രൊഫഷണലിസം എനിക്കൊന്ന് കാണണ്ടേ.